ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 99ാമത്തെ പാർട്ടാണ്. ഇത് നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ഫോണിൽ അലാറം 5 അടിച്ചതും പാർവതി പതിയെ കണ്ണു തുറന്നു. കമിഴ്ന്ന് കിടക്കുന്ന തൻ്റെ നഗ്നമായ പുറത്ത് തല വെച്ച് ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ധ്രുവിയെ കൈകൾ പതിയെ എടുത്തു മാറ്റി. ശേഷം അവൻ്റെ നെറ്റിയിലായി ഉമ്മ വെച്ച് പുതപ്പ് വാരി ചുറ്റി പാർവതി എണീറ്റു. അപ്പോഴേക്കും ധ്രുവിയുടെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി ബെഡിലേക്ക് വിരിച്ചിട്ടുണ്ടായിരുന്നു. കൈയെടുത്തേ ധ്രുവി, കുറച്ച് നേരം കൂടെ കിടക്ക് പെണ്ണേ. അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് ധ്രുവി പറഞ്ഞു. ഇപ്പം തന്നെ സമയം വൈകി. ഇന്ന് വർണ്ണയുടെ ബേബി ഷവർ ഫങ്ഷൻ ഉള്ളതല്ലേ. 8 മണിയാകുമ്പോഴേക്കും പാലക്കൽ തറവാട്ടിലെത്തണം. അതിനു മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയ 2 ഫയൽ ചെക്ക് ചെയ്ത് എനിക്ക് ഓഫീസിലേക്ക് കൊടുത്തയക്കേണ്ടയാ. നിനക്ക് ഏതു സമയം ഈ ഓഫീസ് വർക്ക് ഫയൽ എന്നൊക്കെ പറഞ്ഞുള്ള വിചാരം മാത്രമേ ഉള്ളൂ. എന്നെ ഒന്ന് നോക്കാൻ പോലും അവൾക്ക് സമയമില്ല. മോനെ ധ്രുവി, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഇന്നലെ രാത്രി ആ ഫയലൊക്കെ ചെക്ക് ചെയ്തിട്ട് കിടക്കാൻ നിന്ന് എന്നെ അതിന് സമ്മതിക്കാതെ വേലത്തരം കാണിച്ചിട്ട് വന്നതാരാ? അത് പിന്നെ ഞാൻ നിൻ്റെ ഭർത്താവല്ലടി. ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ അടുത്തുള്ളപ്പോൾ എനിക്ക് കൺട്രോൾ കിട്ടണ്ടേ? അവളുടെ കവിളിൽ കടിച്ചുകൊണ്ട് ധ്രുവി പറഞ്ഞു. പാർവതി അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി. നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. കൂടെ ഉള്ളമാർക്കൊക്കെ കുട്ടികളായി, ഞാൻ മാത്രം. മോൻ്റെ ചാട്ട എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തൽക്കാലം അത് നടക്കില്ല. ഇനിയും നിന്നോട് സംസാരിച്ചിരുന്ന എൻ്റെ സമയം പോവും. പാർവതി എണീക്കാൻ നിന്ന് ധ്രുവി അവളെ അതിന് സമ്മതിക്കാതെ അവളുടെ മുകളിലായി ഇരുന്ന് കൈകൾ കുത്തി നിന്നു. ധ്രുവി മാറിയ. ധ്രുവി അവളുടെ നെറുകയിലെ ചുണ്ടുകൾ അമർത്തി. ധ്രുവി വേണ്ട. അവൻ അവളുടെ മൂക്കിലൂടെ ചുണ്ടുകൾ ഉരച്ച് ആദരങ്ങളിൽ വന്നു നിന്നു. അവൻ്റെ കണ്ണിലെ പ്രണയം താങ്ങാനാവാതെ പാർവതി കണ്ണുകൾ ഇറുക്കി അടച്ചു. ധ്രുവി ഒരു കള്ളച്ചിരിയോടെ അവളുടെ കീഴ്ചുണ്ടിനും മേൽചുണ്ടിനെ നുകർന്നെടുത്തു. പതിയെ തുടങ്ങിയ ചുംബനം അധികം വൈകാതെ തീവ്രമായി മാറി. ധ്രുവി അവളുടെ ചുണ്ടുകളെ മറികടന്ന് നാവിനെ സ്പർശിച്ചു. ഉമിനീർ പരസ്പരം കലർന്നു. ഒരു കിതപ്പോടെ ധ്രുവി അവളുടെ അതിരങ്ങളെ സ്വതന്ത്രമാക്കി കഴുത്തിലേക്ക് മുഖം ചേർത്തു. സോറി വാവേ, എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ധ്രുവിയുടെ മുഖം അവളുടെ കഴുത്തിലൂടെ ഒഴുകി നടന്നു. അവളുടെ കഴുത്തിൻ്റെ വലതുവശത്തായി പതിയെ കടിച്ച് പാർവതി ഒന്ന് ഉയർന്നു പൊങ്ങി. ധ്രുവി അവളുടെ നഗ്നമായ മാറിലേക്കും അവിടെ നിന്ന് അണുവയറിലേക്കും ഒഴുകി നടന്നു. അവൻ്റെ ഓരോ സ്പർശനത്തിലും പാർവതി സ്വയം അതിഞ്ഞില്ലാതെയായി. അവസാനം അവളിലേക്ക് ആഴ്ന്നിറങ്ങിയ ധ്രുവി ഒരു കിതപ്പോടെ ബെഡിലേക്ക് കിടന്നു. തൊട്ടടുത്ത് കിതപ്പടക്കാൻ പാടുപെടുന്ന തൻ്റെ പെണ്ണിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഫങ്ഷന് പോവാൻ നേരം വൈകോ? ധ്രുവി കള്ളച്ചിരിയോടെ ചോദിച്ചതും പാർവതി അവൻ്റെ നെഞ്ചിലായി അമർത്തി കടിച്ചു. ഡി പെണ്ണെ, എന്നെ വെറുതെ പ്രകോപിപ്പിച്ച് എൻ്റെ ഉള്ളിലെ ഇമ്രാൻ ഹാഷ്മിയെ പുറത്തെടുക്കരുതിട്ടാ. പറഞ്ഞില്ല എന്ന് വേണ്ട. അവളുടെ നെറ്റിയിലെ പടർന്ന സിന്ദൂരത്തിൽ ഉമ്മ വെച്ച് ധ്രുവി അവളെ ചേർത്ത് പിടിച്ചു. എനിക്ക് കുഞ്ഞെ, നമുക്ക് കുളിച്ച് സുന്ദരിയാവണ്ടേ? ദത്തൻ പറഞ്ഞെ തട്ടി വിളിച്ചതും വർണ്ണ മുഖം ചുളിച്ചുകൊണ്ട് തലവഴി പുതപ്പിട്ടു. എനിക്കിരി കള്ളി. അവൻ അവളുടെ മേലുള്ള പുതപ്പ് വലിച്ചെടുത്തു. ശ്രദ്ധയോടെ വർണ്ണ ബെഡിൽ റെസ്റ്റിലേക്ക് ചാരിയിരുത്തി. കുളിക്കണോ ദത്ത? കുളിക്കാതെ മേക്കപ്പെട്ട് സുന്ദരിയാവാലോ? അയ്യടാ, അങ്ങനെ എൻ്റെ കുട്ടി കുളിക്കാതെ സുന്ദരിയാവണ്ട. വർണ്ണയ്ക്ക് ഇത് 8ാം മാസമാണ്. ഇന്നാണ് അവളുടെ ബേബി ഷവർ ഫങ്ഷൻ. കാലിലെ നീര് രാവിലെ ആയപ്പോഴേക്കും കുറവുണ്ട് അല്ലേ കുഞ്ഞ്? അവളുടെ കാലിലേക്ക് നോക്കി ദത്തം പറഞ്ഞു. അവളൊന്ന് മൂളി. അതെങ്ങനെയാ കാല് തൂക്കിയിട്ട് ഇരിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അവൻ അവളുടെ കാലിൽ പതിയെ താഴെ കൊണ്ട് പറഞ്ഞു. വർണ്ണ ആ സമയം ദത്തിനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു. എന്താടാ വയ്യ എൻ്റെ കുട്ടിക്ക്? ഇന്നലെ നീ ഉറങ്ങിയില്ലേ ദത്ത? അവൻ്റെ കവിളിൽ കൈവച്ച് വർണ്ണ ചോദിച്ചതും ദത്തനൊന്ന് പതറി. ആരാ പറഞ്ഞ? ഞാനും ഉറങ്ങി. ഇല്ല, കള്ളം പറയാ. ഇന്നലെ ഞാൻ ഉറക്കത്തിൽ ഞെട്ടി എണീറ്റപ്പോഴേക്കും നീ എൻ്റെ കാല് തടവുന്നുണ്ടായിരുന്നില്ലേ? ഏയ്, അത് ഞാൻ. എന്തിനാ ദത്ത ഇങ്ങനെ ഉറക്കം കളയണേ? മുഖമൊക്കെ കണ്ടില്ലേ, ആകെ ഒരു കോലായി. എൻ്റെ പെണ്ണിങ്ങനെ വേദന സഹിച്ച് നടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സുഖമായിട്ട് ഉറങ്ങുക? എനിക്കതിന് പറ്റുമോ?
അവൻ പറയുന്ന കേട്ട് പറഞ്ഞ എവിടെ കണ്ണു നിറഞ്ഞു. അയ്യേ, എൻ്റെ കൂട്ടുകാരെയാണോ? ഏത്തൻ അവളുടെ അരികിലേക്ക് ചേർന്നിരുന്ന് കണ്ണു തുടച്ചു കൊടുത്തു. എന്തിനാ എന്നിങ്ങനെ സ്നേഹിക്കണേ? ഇത്രയും സ്നേഹം കിട്ടാൻ മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്തേ? അവൾ വിതുമ്പിപ്പോയിരുന്നു. ഇതുപോലെ ഒരു കുഞ്ഞി പെണ്ണിനെ സ്വന്തമായിട്ട് കിട്ടിയ ഞാനല്ലേ ഭാഗ്യവാൻ. ഒപ്പം എൻ്റെ വാവയും വരാൻ പോവല്ലേ? ദത്തൻ പറയുന്ന കേട്ട് പറഞ്ഞ അവൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചു വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. ദത്തൻ അവളെ ഇരു കൈകൾ കൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ അവനെ ഇന്നൊരു കിതപ്പോടാകന്നു മാറി. എന്തിനാ കുഞ്ഞി വയ്യാത്ത പണിക്ക് പോണത്? കിതപ്പടക്കാൻ പാടുപെടുന്ന വർണ്ണയുടെ പുറത്ത് തടവിക്കൊണ്ട് ദത്തൻ ചിരിച്ചു. മതി, ഇനി ഇങ്ങനെ ഇരുന്ന സമയം വൈകും, വാ നമുക്ക് പോയി കുളിക്കാം. ദത്തൻ അവളെ പിടിച്ച് ബെഡിൽ നിന്ന് ഇറക്കി. ഓ എൻ്റെ ദത്ത, ഞാൻ നടന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ദത്തൻ അത് പറഞ്ഞ് കേൾക്കാതെ ബാത്റൂമിലേക്ക് നടത്തിച്ചു. അവളും ഡ്രസ്സും മറ്റും ബാത്റൂമിലേക്ക് എടുത്തുകൊണ്ട് അവൻ പുറത്ത് ഇറങ്ങി നിന്നു. എൻ്റെ സങ്കടം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിന്നെ. അവന്മാരുടെ എല്ലാം കല്യാണം കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ഞാനിപ്പോഴും വെറുതെ തേരാപ്പാറ നടക്കുക. രാവിലെ ഗാർഡനിലെ ചെടികൾ നനയ്ക്കുന്ന പൂർണിമയോട് പറയുകയായിരുന്നു സ്ത്രീ. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും നിമ്മി ചെടി നനയ്ക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. നീ ഇങ്ങനെ കേൾക്കാത്ത ഭാവത്തിൽ നിന്നോ? ഞാനിങ്ങ് മൂത്ത് നരച്ച് നിൽക്കത്തേ ഉള്ളൂ. നോക്കിക്കോ, രാവിലെ എണീറ്റ് കണ്ണാടി നോക്കിയപ്പോൾ എൻ്റെ ഒരു മുടി നരച്ചിരിക്കുന്നു. പറ, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഗോദ്റേജ് എക്സ്പെർട്ടിൻ്റെ ഈസി 5 മിനിറ്റ്സ് ഹെയർ കളർ നാച്ചുറൽ ബ്ലാക്ക്. എന്തോന്ന്? അല്ല, ഹെയർ കളർ ചെയ്യാൻ. ഈ നരച്ച മുടിയല്ലേ ഏട്ടൻ്റെ പ്രശ്നം. നീ വെറുതെ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് നിമ്മി. നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു കല്യാണം നീട്ടാൻ? ശ്രീ നിമ്മിറ്റിനയുടെ ദേഷ്യത്തിൽ കൈ ചൂണ്ടി സംസാരിച്ച മുറ്റത്ത് ഒരു കാർ വന്നു നിന്നു. കാറിൽ നിന്നും ധ്രുവിയും പാർവതിയും ചെറിയ മുത്തശ്ശി ഇറങ്ങി. നിമ്മിയെയും ശ്രീയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ചെറിയ മുത്തശ്ശിയെ കൂട്ടി പാർവതി അകത്തേക്ക് നടന്നു. ധ്രുവി നേരെ ഗാർഡനിലേക്കും. എന്താ ശ്രീ മോനെ, രാവിലെ തന്നെ കട്ടക്കലിപ്പിലാണല്ലോ? ശ്രീയുടെ നിൽപ്പും ഭാവം കണ്ട് ധ്രുവി ചോദിച്ചു. പിന്നല്ലാതെ, അങ്ങനെ ഓരോ കാര്യങ്ങളല്ലേ ഇവിടെ നടക്കണേ? ശ്രീ പറയുന്ന കേട്ട് ധ്രുവി നിമ്മിയെ നോക്കി. വേറൊന്നല്ല ധ്രുവിയേട്ടാ, ഇന്നലെ മുത്തശ്ശിയും മാമനും അമ്മായും കൂടെ ജോത്സ്യനെ കാണാൻ പോയിരുന്നു കല്യാണത്തിന് മുഹൂർത്തം നോക്കാൻ. 2 മുഹൂർത്തമുണ്ട്, ഒന്ന് അടുത്ത മാസവും പിന്നെ ഒന്ന് 4 മാസം കഴിഞ്ഞിട്ടും. അതിനെന്താ? അടുത്ത മാസങ്ങൾ വർണ്ണയുടെ ഡെലിവറിയും മറ്റുമായി ആകെ തിരക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് 4 മാസം കഴിഞ്ഞുള്ള മുഹൂർത്തം മതി എന്നാണ് എല്ലാവരും തീരുമാനം. പക്ഷേ ഇങ്ങേർക്ക് അടുത്ത മാസം തന്നെ കല്യാണം വേണമെന്ന്. അതിനെന്നോട് മുത്തശ്ശിയോടൊന്ന് സംസാരിക്കാൻ. അത് ശരിയല്ലേ ശ്രീ, അടുത്ത മാസം ആകെ തിരക്കല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തോടെ കല്യാണം കഴിച്ചാൽ പോരെ? എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു 1 കൊല്ലം പറയും. നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്യ്. 4 മാസം 10 മാസം ഇനി എൻ്റെ സപ്തതിക്ക് എന്താന്ന് വെച്ചാൽ നടത്ത്. അതുപോലെ ശ്രീ അകത്തേക്ക് കയറിപ്പോയി. ധ്രുവിയും നിമ്മിയും അവൻ്റെ പോക്ക് കൊണ്ട് ചിരിച്ചു. നിങ്ങളുടെ മകൾക്കൊരു വിചാരമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഈ സ്ത്രീ പിന്നാലെ വീണ്ടും ചെല്ലുമെന്ന്. ഇനി അത് നടക്കില്ല. അവൾക്ക് ഇനി കെട്ടണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് വരട്ടെ. ഈ ശ്രീരാഗിനെ അവൾക്ക് ശരിക്കും അറിയില്ല. ശ്രീ ഹാളിൽ വീൽ ചെയറിലിരിക്കുന്ന ചന്ദ്രനെ നോക്കി പറഞ്ഞ് സ്റ്റെയർ കയറിപ്പോയി. അത് കണ്ട് ഒന്നും മനസ്സിലാവാതെ അയാൾ അന്തമിട്ടിരുന്നു. ചെയ്ത തെറ്റുകൾക്കുള്ള തിരിച്ചടി ചന്ദ്രശേഖരന് കിട്ടി. ജീവിതം ഒരു വീൽ ചെയറിലേക്ക് ഒതുങ്ങി. സംസാരിക്കാൻ കഴിയില്ല, കൈകാലുകൾ അനങ്ങില്ല. അന്നത്തെ അറസ്റ്റിന് ശേഷം ദത്തൻ്റെ അടി കൊണ്ട് ഹോസ്പിറ്റലിലായ ചന്ദ്രൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസിൻ്റെ കണ്ണു വെട്ടിച്ചോടി. എങ്കിലും അശ്രദ്ധയുടെ ഫലമായി ഓടുന്നതിനിടയിൽ ഹോസ്പിറ്റലിൻ്റെ 5ാം നിലയിൽ നിന്ന് താഴേക്ക് വീണു. 2 മാസം അബോധാവസ്ഥയിലായിരുന്നു. ചെയ്ത ദുഷ്ടത്തരങ്ങളുടെ ശിക്ഷ അനുഭവിച്ച് തീർക്കാൻ അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ജീവിതം ഒരു വീൽ ചെയറിലേക്ക് മാത്രമായി ഒതുങ്ങിയെന്ന് മാത്രം. ഫംഗ്ഷൻ ആമിയുടെ അമ്മയും മാമനും അനുവും വേണിയും ചന്തുവും വന്നിരുന്നു. വേണിയുടെ കല്യാണം കഴിഞ്ഞു. മുറച്ചെറുക്കൻ പട്ടാളക്കാരൻ തന്നെയാണ് വരൻ.
ജിത്തു തൃശ്ശൂരിലെ പാലക്കലിലെ ബിസിനസ് ബ്രാഞ്ച് നോക്കി നടത്തുന്നു. മോൻ കുറച്ച് വലുതായതും കോകില ഗാനമേള ട്രൂപ്പിലേക്ക് ഇറങ്ങി. അതിൻ്റെ തിരക്കുകൾ കാരണം ജിത്തുവിനും കോകിലയ്ക്കും വരാൻ കഴിഞ്ഞില്ല. നേവി ബ്ലൂ കളർ സാരിയിൽ വർണ്ണ സുന്ദരിയായിരുന്നു. അതേ കളർ കുർത്തിയായിരുന്നു ദത്തൻ്റെയും. ബ്ലൂ ആൻഡ് റോസ് കളർ ബലൂൺ കൊണ്ട് അലങ്കരിച്ച ഹാളിലേക്ക് ദത്തൻ്റെ കൈയും പിടിച്ച് വർണ്ണ നടന്നു വന്നു. ഹാളിൻ്റെ നടുവിലായി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കേക്ക് വർണ്ണയും ദത്തനും ഒരുമിച്ച് കട്ട് ചെയ്തു. നമുക്കും വേണ്ടേ ഇങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ? പാർത്തി തൻ്റെ അടുത്ത് നിൽക്കുന്ന ആമിയുടെ കാതിൽ പതിയെ പറഞ്ഞതും അവൾ അവനെ നോക്കി പഠിപ്പിച്ചു. വേണ്ടെങ്കിൽ വേണ്ട, നീ ഇങ്ങനെ എന്നെ നോക്കി പഠിപ്പിക്കാതെ വേണേ. പാർത്തി അത് പറഞ്ഞ് പതിയെ അവിടെ നിന്ന് മുങ്ങി. ഇതിപ്പോ 8 മാസായില്ലേ, ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ വാവ് വരുമല്ലോ ദത്ത. തൻ്റെ മടിയിൽ കിടക്കുന്ന ദത്തൻ്റെ നെറുകയിൽ തലോടി വർണ്ണ പറഞ്ഞു. അതെ, സത്യം പറ, നിനക്ക് നല്ല പെയിനില്ലേ വാവ കിക്ക് ചെയ്യുമ്പോൾ? ഞാൻ സങ്കടപ്പെടണ്ടെന്ന് കരുതി നീ പറയാത്തല്ലേ? അല്ല ദത്ത, എനിക്കൊരു വേദനയില്ല, അവൾ പുഞ്ചിരിയോട് പറഞ്ഞു. പൊന്നെ, എൻ്റെ കുഞ്ഞിന് വെറുതെ വേദനിപ്പിക്കല്ല കേട്ടാ, അച്ഛയുടെ ജീവനത്. അമ്മയ്ക്ക് വേദനിച്ച അച്ഛയ്ക്ക് സഹിക്കില്ലടാ. ദത്തൻ വർണ്ണയുടെ വയറിലേക്ക് മുഖം ചേർത്ത് പറഞ്ഞ അടുത്ത നിമിഷം കുഞ്ഞ് കിക്ക് ചെയ്തു. അത് മനസ്സിലാക്കിയ ദത്തൻ തല ഉയർത്തി വർണ്ണയെ നോക്കിയത് അവൾ ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ്. നീ ചിരിക്കി, എൻ്റെ ടെൻഷൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കിടക്കാൻ നോക്കിക്കോ. അത് പറഞ്ഞ് ദത്തൻ അവളെ ബെഡിലേക്ക് കിടത്തി. ലൈറ്റ് ഓഫ് ചെയ്ത് കൂടെ ദത്തനും കിടന്നു. ഉറങ്ങാറായില്ലേ ഏട്ടാ? കയ്യിലെ വെള്ളം ബോട്ടിൽ ടേബിളിലേക്ക് വെച്ച് ആമി ചോദിച്ചു. കിടക്കുക. കയ്യിലെ കേസ് ഫയൽ ഷെൽഫിലേക്ക് എടുത്തു വെച്ചു. പാർത്തി ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടന്നു. മിക, പാർത്തി ഇരു കൈകൾ കൊണ്ട് അമ്മയെ ചേർത്ത് പിടിച്ച് കാതിൽ വിളിച്ചു. പറയട്ടാ. ഞാൻ രാവിലെ പറഞ്ഞ സീരിയസ് ആയിട്ടാട്ടാ. എന്ത്? ആമി സംശയത്തോടെ അവന് നേരെ തിരിഞ്ഞു കിടന്നു. മറുപടി പറയാതെ പാർത്തി അവളുടെ നെറുകയിലായി ചൂണ്ടുവിരൽ വെച്ച് താഴേക്ക് വിരലോടിച്ചു. അവളുടെ മുഖം വഴി കഴുത്തിലേക്കും അവിടെ നിന്ന് മാറിലേക്കും വയറിൽ അവൻ്റെ കൈകൾ വന്നു നിന്നു. ഏട്ടനല്ലേ ഇപ്പോൾ കുഞ്ഞു വേണ്ട, കുറച്ചു കാലം മതി എന്നൊക്കെ പറഞ്ഞേ. പിന്നെന്താ പെട്ടെന്നൊരു മാറ്റം? എന്താണെന്നറിയില്ല, ചിലപ്പോൾ ദേവനെയും വർണ്ണയും കണ്ടതുകൊണ്ടായിരിക്കും. പക്ഷെ നിനക്ക് സമ്മതമാണെങ്കിൽ മതി. ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ നീ മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർ ആണെങ്കിൽ മാത്രം. ഞാൻ ഫോഴ്സ് ചെയ്യില്ല. എനിക്കും വേണമെങ്കിലും. അവളുടെ വയറിന് മീതെ ഉള്ള പാർത്തിയുടെ കൈ പിടിച്ച് ആമി പറഞ്ഞ അവൻ്റെ കണ്ണുകൾ വിടർന്നു. എന്നാ ശ്രമിച്ചു നോക്കാം. പാർത്തി ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞ ആമ നാണത്തോടെ മുഖം തിരിച്ചു. പാർത്തി തൻ്റെ ഷർട്ടിൻ്റെ ഓരോ ബട്ടണുകളായി അഴിച്ചെടുത്ത് ആമയുടെ മുകളിലേക്കായി കൈകുത്തി നിന്നു. ഇന്നലത്തെ പോലെ എൻ്റെ കഴുത്തിലെങ്ങാനും കടിച്ചെൻ്റെ സ്വഭാവം മാറൂട്ടേട്ടാ. ഈ പിള്ളേരൊക്കെ ഉള്ളതാ. ഇന്ന് രാവിലെ കഴുത്തിലെ പാട് കണ്ടിട്ട് ഷീലി ചോദിച്ചപ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. അത് അങ്ങനത്തെ ഒരു മൂഡിൽ ക്ഷമിക്ക് പെണ്ണേ. പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പ് തരാൻ പറ്റില്ല. തിരിച്ച് ആമി എന്തോ പറയുന്നതിന് മുമ്പ് പാർത്തി അവളുടെ അതിരങ്ങളെ സ്വന്തമാക്കിയിരുന്നു. ഇരുവരുടെയും ശ്വാസനിശ്വാസങ്ങൾ മാത്രം ആ റൂമിൽ ഉയർന്നുകൊണ്ടിരുന്നു. AC-യുടെ തണുപ്പിലും ഇരു ശരീരങ്ങളും വേർത്തൊഴുകി. പ്രണയിച്ചു കൊതി തീരാതെ വീണ്ടും വീണ്ടും അവൻ അവളിൽ ഒരു മഴയായി പെയ്തിറങ്ങി. അവസാനം തളർച്ചയോടെ അവളുടെ മാറിൽ തന്നെ തളർന്നുറങ്ങി. തീർത്തും തറവാട്ടിലെ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. വർണ്ണയുടെ ഡെലിവറി തൃശ്ശൂരിലെ തൻ്റെ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് വർണ്ണയുടെ അമ്മായിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും തറവാട്ടിലുള്ളവർ അതിന് സമ്മതിച്ചില്ല. അതിന് പകരമായി ദത്തനും വർണ്ണയും ഒരാഴ്ച അവിടെ ചെന്ന് നിന്നു. എല്ലാവരും അങ്ങനെ സന്തോഷത്തിൽ തന്നെയായിരുന്നു. ഓരോ ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. വർണ്ണയുടെ ഡേറ്റ് അടുത്തടുത്ത് വരുന്തോറും ദത്തനായിരുന്നു കൂടുതൽ ടെൻഷൻ. 24 മണിക്കൂർ അവൻ വർണ്ണയുടെ പിന്നാലെ തന്നെയായിരുന്നു. അതിനിടയിൽ ആമി കൂടെ പ്രഗ്നൻ്റ് ആയതും തറവാട്ടിൽ ഇരട്ടി മധുരമായിരുന്നു. വർണ്ണയുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ദത്തൻ്റെ നിർബന്ധപ്രകാരം അവളുടെ ഡെലിവറി ഡേറ്റിന് ഒരാഴ്ച മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ധ്രുവി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വർണ്ണയും കാണിച്ചിരുന്നത്.
കുഴപ്പമൊന്നുമില്ലല്ലോ കുഞ്ഞെ. തൻ്റെ തോളിൽ തല വെച്ച് കിടക്കുന്ന വർണ്ണയോട് ദത്തൻ ടെൻഷനോട് ചോദിച്ചു. എനിക്കൊരു കുഴപ്പമില്ല, നീ ഇങ്ങനെ ചോദിച്ച് എന്നെ കൂടെ പേടിപ്പിക്കല്ലേ. എൻ്റെ കുട്ടി പേടിക്കൊന്നും വേണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ. അതെ അതെ, സത്യം പറഞ്ഞാൽ നിൻ്റെ മുഖത്തെ ടെൻഷൻ കാണുമ്പോൾ എനിക്ക് പേടിയാവണേ. ഒന്നില്ലെങ്കിലും നീ ഒരു പോലീസുകാരനല്ലേ, കുറച്ച് ധൈര്യം കാണിക്കും മനുഷ്യ. അതെന്താ, പോലീസിന് പേടിയുണ്ടാവാൻ പാടില്ലേ? എൻ്റെ കുഞ്ഞു പെണ്ണിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ധൈര്യം കുറവാണ്. അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ച് ദത്തൻ പറഞ്ഞു. എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം ദത്ത. അവൻ അവളുടെ കൈ പിടിച്ച് ബാത്റൂമിലേക്ക് എത്തിച്ചു. ഡോറിൻ്റെ അരികിലെത്തുമ്പോഴേക്കും വർണ്ണ വയർ താങ്ങി പിടിച്ച് കരയാൻ തുടങ്ങി. ദത്ത, എനിക്ക് വയ്യ. അവൾ താഴേക്ക് ഊർന്ന് വീഴാൻ പോയതും ദത്തൻ അവളെ താങ്ങി പിടിച്ച് ബെഡിലേക്ക് കിടത്തി. ശേഷം അവൻ പുറത്തേക്ക് ഓടി. അധികം വൈകാതെ വർണ്ണയെ ലേബർ റൂമിലേക്ക് കയറ്റി. എല്ലാവരും പുറത്തിരിക്കുകയാണ്. എടാ, അവള് പ്രസവിക്കാനല്ല പോയിരിക്കണേ, 1.5 മണിക്കൂർ. അതിന് നീ ഇങ്ങനെ പേടിക്കാതെ. എടാ, എനിക്ക് ആകെ വെപ്രാളം. അവൾക്ക് നല്ല വേദന ഉണ്ടാവുമല്ലേ, പിന്നെ ഡെലിവറി പെയിൻ ഉണ്ടാകാതിരിക്കുമോ? നീ ഇവിടെ ഇരുന്ന്. ധ്രുവി ദത്തനെ ചെയറിലേക്ക് ഇരുത്തി. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞതും വെള്ള ടവലിൽ പൊതിഞ്ഞൊരു കുഞ്ഞിനെ നേഴ്സ് കൊണ്ടുവന്നു. വർണ്ണ പ്രസവിച്ചു, പെൺകുഞ്ഞാണേ. അത് കേട്ട് ദത്തൻ നേഴ്സിൻ്റെ അരികിലേക്ക് നടന്നു. നേഴ്സ് ആ മാലാക കുഞ്ഞിനെ ദത്തൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അച്ഛൻ്റെ സാമീപ്യം അറിഞ്ഞ പോലെ ആ കുഞ്ഞിപ്പെണ്ണ് ഒന്ന് ചിണുങ്ങി. വർണ്ണയ്ക്ക് കുഴപ്പമൊന്നുമില്ല, 1.5 മണിക്കൂർ കഴിഞ്ഞ റൂമിലേക്ക് മാറ്റും. ദത്തൻ ആശ്വാസത്തോടെ ആ കുഞ്ഞിപ്പെണ്ണിനെ നെറ്റിയിലായി ഉമ്മ വെച്ചു. ഒപ്പം അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. അല്ല, നിങ്ങളെന്താ കുഞ്ഞിനെ കരയിപ്പിക്കുന്നില്ലേ പേരിട്ടിട്ട്? കുഞ്ഞിനെ കൗതുകത്തോടെ നോക്കുന്ന ശീലുവിനെയും ഭദ്രയും കണ്ട് രാഘു ചോദിച്ചു. പേരൊക്കെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, പക്ഷേ വർണ്ണയില്ലാതെ ഞങ്ങൾക്ക് എന്ത് പേരിടൽ? അവള് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ, ശീലു പറഞ്ഞു. നേഴ്സ് കുഞ്ഞുമായി അകത്തേക്ക് പോയതും വർണ്ണയെ കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ദത്തൻ. വർണ്ണയ്ക്ക് 5 മാസമായപ്പോൾ തുടങ്ങിയതാണ് കുഞ്ഞിനുള്ള പേര് തിരയൽ. തങ്ങളുടെ പേര് കൂട്ടിച്ചേർക്കണം, കുഞ്ഞിന് പേരിടാൻ എന്ന വാശിയിലായിരുന്നു ഭദ്രയുടെ ശീലവും. അതുകൊണ്ട് പലപ്പോഴും പേരിൻ്റെ കാര്യത്തിൽ വാക്ക് തർക്കം ഉണ്ടായിരുന്നു. ഒരാൾ പറയുന്ന പേര് മറ്റേ ആൾക്ക് പിടിക്കില്ല എന്ന അവസ്ഥ. 1 മണിക്കൂർ കഴിഞ്ഞ് വർണ്ണയെ റൂമിലേക്ക് മാറ്റി. അപ്പോൾ വർണ്ണ മോളെ തുടങ്ങാം. റെഡി, 1 2 3. ശ്രീദേവാംശി മോളെ. വർണ്ണയും ഭദ്രയും ശീലവും ഒരേ സ്വരത്തിൽ വിളിച്ചതും ഉറങ്ങുന്ന കുഞ്ഞ് കണ്ണു തുറന്ന് ശേഷം കണ്ണടച്ചുറങ്ങി. ഇത് വർണ്ണ തന്നെയാ, ഉറക്കപ്രാന്തി. അതുകൊണ്ട് എല്ലാവരും ചിരിച്ചു. ശ്രീദേവാംശി, ഈ പേരാണോ നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചേ? ശ്രീ പറഞ്ഞു. അതെ, ശ്രീഭദ്രയിലെ ശ്രീ, ദേവദത്തനിലെ വർണ്ണയിലെ വാ, ദേവശില്പയിലെ ശി, അങ്ങനെ ദേവാംശി, ശീലു ഇളിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവർ 3 പേർക്കിടയിലെ സ്നേഹമാണ് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. ത്രിമൂർത്തികൾ എന്ന് വിളിച്ച് കളിയാക്കുമെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 4ാമത് ഒരാൾക്ക് പ്രവേശനമില്ല. മതി, ഇനി എല്ലാവരും വീട്ടിലേക്ക് നടന്നേ, ഇവർ 2 പേരും മാത്രം ഇവിടെ മതി. അമ്മയും ചെറിയമ്മയും നോക്കി മുത്തശ്ശി പറഞ്ഞു. പോകാനൊട്ടും മനസ്സിലായെങ്കിലും എല്ലാവരും തിരികെ പോയി. വർണ്ണയും ദത്തനും കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ എന്ന് കരുതി ചെറിയമ്മയും അമ്മയും പുറത്തേക്ക് പോയി. അവർ പോയതും ദത്തൻ വർണ്ണയുടെ അരികിലേക്ക് വന്നു. വർണ്ണയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചു. ഒരുപാട് വേദനിച്ച എൻ്റെ പെണ്ണിന്? ദത്തൻ അവളുടെ കാതിലരികിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവളെ ഇല്ല എന്ന രീതിയിൽ തലയാട്ടിയും ദത്തൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ച് ഇറുക്കെ പുണർന്നു. ദത്ത, എന്താടാ കുഞ്ഞെ? നമുക്കുണ്ടല്ലോ, നമുക്ക് ഒരു വാവ മതിയിട്ടാ. അവൾ പറയുന്ന കേട്ട് ദത്തൻ നെറ്റി ചൊളിച്ചു. ഞാൻ അന്ന് പറഞ്ഞില്ലേ നമുക്ക് 2 വാവ വേണമെന്ന്? അത് വേണ്ടാന്ന്. അതെന്താ അങ്ങനെ? 2 പേര് വേണമെന്ന് നിനക്കായിരുന്നില്ല നിർബന്ധം? അത് പിന്നെ നമുക്ക് സ്നേഹിക്കാൻ ഒരാൾ മതി. അയ്യടി മോളെ, ഇപ്പം മനസ്സിലായില്ലേ ഇത് നിൻ്റെ സീരിയലിലെ പോലെ അത്ര എളുപ്പമല്ലാന്ന്? ഞാൻ അന്നേ പറഞ്ഞല്ലേ എൻ്റെ കുട്ടിക്ക് 2 പേരെയൊന്നും സാധിക്കില്ല എന്ന്. അത് കേട്ടും പറഞ്ഞൊരു വളിച്ച ചിരി ചിരിച്ചു. ദത്തൻ തൻ്റെ ജീവനെയും ജീവൻ്റെ പാതിയും ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു കഴിഞ്ഞു.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ നാളത്തോടെ നമ്മുടെ ഈ സ്റ്റോറി അവസാനിക്കാൻ പോവാണ്. ഐ ആം ഫീലിംഗ് വെരി വെരി സാഡ് ബട്ട് സ്റ്റോറി അല്ലേ, എന്നായാലും അവസാനിപ്പിക്കണമല്ലോ. സാധാരണ ഒരു സ്റ്റോറി അവസാനിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഉണ്ടാവാറ്, പക്ഷേ ഇപ്പോൾ എന്തോ കരച്ചിൽ വരുന്നു. കഥ എഴുതി എഴുതി എനിക്ക് പ്രാന്തായി എന്നാണ് തോന്നണേ. എന്നാൽ ശരി, അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ, താങ്ക് യു.